വ്യക്തിയോട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറയുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം പറയൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്ന്, നിങ്ങൾക്ക് ആക്ച്വലി അവരോട് തോന്നിയിട്ടുള്ളത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണോ, അതോ ലവ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണോ, അതോ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെടൽ തോന്നിയത് കൊണ്ടാണോ, ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തു അല്ലെങ്കിൽ സിംഗിളായി മടുത്തു, അങ്ങനെയുള്ള ഒരു തോന്നൽ കൊണ്ട് മാത്രമാണോ നിങ്ങൾ അവരോട് ഇഷ്ടമാണ് എന്ന് പറയുന്നത്. സോ ഇതിലേതാണെന്നുള്ളത് ഫൈൻഡ് ചെയ്യുക. രണ്ട്, അവരുടെ ബാഡ് ഡേയ്സിനെ കൂടി ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. കാരണം ഒരു വ്യക്തിയുടെ ലൈഫിൽ എപ്പോഴും ഗുഡ് ഡേയ്സ് മാത്രമായിരിക്കില്ല, ബാഡ് ഡേയ്സും ഉണ്ടായിരിക്കും. അവരുടെ ഹാപ്പി മൊമെന്റിൽ മാത്രമാണ് നിങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടാൻ കഴിയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകില്ല. മൂന്ന്, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ. നാല്, നിങ്ങളുടെ വാല്യൂസുമായിട്ട് ആ വ്യക്തി മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ലവ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്, നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ചിന്താഗതികളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതൊരു മാറ്റർ അല്ല, അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പരസ്പരം വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ വരുന്നു അല്ലെങ്കിൽ കോർ വാല്യൂസ് വരുന്നെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെ പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നേരെ മറിച്ച് ലവ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ, പരസ്പരം റെസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബൗണ്ടറീസ് ഒന്നും കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് വൺ, ഇൻ കേസ് അവർ നിങ്ങളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ റിജക്ഷൻ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളതാണ്. കാരണം ലവ് എന്ന് പറയുന്നത് ഫോഴ്സ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആയിരിക്കണം. ആൻഡ് ഫൈനലി, നിങ്ങൾ അവരോട് ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ 100% നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. കാരണം നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വെയിറ്റ് ഉണ്ട്, വാല്യൂ ഉണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇമോഷൻസിനെ അത് ബാധിക്കുകയും ചെയ്യും. സോ ജസ്റ്റ് ഒരു അറ്റൻഷന് വേണ്ടി മാത്രമല്ല പറയുന്നത്, 100% നിങ്ങൾക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടത്തിൽ നിങ്ങൾക്ക് അത്രയും സിൻസിയറിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പറയുക. സോ ഒരു വ്യക്തിയോട് നിങ്ങൾ ഇഷ്ടം പറയുന്നതിന് മുൻപ് അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ഉണ്ട്. ആ അഫർമേഷൻ വേണ്ട ആളുകൾ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചേസിങ് അഫർമേഷൻ വാട്സ്ആപ്പ് ചെയ്യുക, അയച്ചു തരാം.